നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ഇന്നൊരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി ഇടതുപക്ഷം തകർന്നടിഞ്ഞു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കച്ചി തൊടില്ല എന്നൊക്കെ പറയുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ ജില്ല തിരിച്ചുള്ള കണക്ക്. നേരത്തെ മനോരമ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 7 ജില്ലകളിലും ഒപ്പം കോർപ്പറേഷനുകൾ മാറ്റി നിർത്തിയിട്ട് ഇടതുപക്ഷത്തിന്റെ വിജയം, അത് മുനിസിപ്പാലിറ്റിയിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലെയും വിജയം, അത് വാർഡുകളിലെയും വിജയം എല്ലാം എടുത്ത് പരിശോധിച്ചാൽ 58 സീറ്റ് വരെ വിജയിക്കുമെന്നാണ്. എന്നാൽ അത് മാതൃഭൂമിയിലേക്ക് എത്തുമ്പോൾ കണക്ക് വീണ്ടും കുതിച്ചുയരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് തോറ്റ സന്ദർഭത്തിലും സകല ഇടങ്ങളിലും തകർന്നടിയുമെന്ന് പറഞ്ഞവർ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിയ തിരിച്ചടി കിട്ടിയപ്പോൾ 58 സീറ്റിലേക്ക് കുതിച്ചുയർന്നിട്ടുണ്ട്. അത് മാതൃഭൂമിയിലേക്ക് എത്തുമ്പോൾ അവരുടെ കണക്കൊന്ന് കേട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവസാനവട്ട വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളിലും UDF മുൻതൂക്കമാണുള്ളത്. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ വോട്ട് കണക്കനുസരിച്ച് 74 നിയമസഭാ സീറ്റുകളിൽ UDFന് ഭൂരിപക്ഷമുണ്ട്. കേട്ടല്ലോ, 68 സീറ്റ്. കേവല ഭൂരിപക്ഷത്തിന് 4 സീറ്റ് അകലെ. സ്വാഭാവികമായിട്ടും 2011 റിസൾട്ടുമായി ബന്ധപ്പെട്ട് തരാതരം നിൽക്കുകയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ് ഈ ജില്ല തിരിച്ചുള്ള കണക്കുകൾ കൂടി അവർ വിശദീകരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞുപോയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF എങ്ങനെയാണ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലയിലാണ് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അവിടെയാണ് ഈ നാട് ശ്രദ്ധിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഈ നാട്ടിലെ മതവർഗീയത ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ മതപ്രീണനത്തിലൂടെയാണ് UDFന് ഈ നേട്ടമുണ്ടായിരിക്കുന്നത്. കാര്യം നിങ്ങൾ ആ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കുക. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എത്ര മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തിന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിശദീകരിക്കുന്നതിനോടൊപ്പം തന്നെ ജില്ല തിരിച്ചുള്ള കണക്കുകളിൽ വളരെ കൃത്യമായിട്ട് വൈറ്റ് വാശിയപ്പെടും എന്ന രീതിയിൽ പറയപ്പെടുന്ന ജില്ലകളുണ്ട്. അവിടെയൊക്കെ ഈ ജാതിയും മതവും കുത്തി നിറച്ചുകൊണ്ട് മതപ്രീണനവുമാണ് ഇവരുടെ രാഷ്ട്രീയമായി കൃത്യമായി കണ്ടെത്താൻ കഴിയും. ഇടതുപക്ഷം ഇപ്പോൾ ഗസ വിഷയം ഉയർത്തുമ്പോൾ അതാ ന്യൂനപക്ഷ പ്രീണനമേ, മുസ്ലിം പ്രീണനമേ എന്ന് പറയുമ്പോൾ മലപ്പുറത്തും എറണാകുളത്തുമുള്ള കണക്കുകളൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് ഈ നാട് ചിന്തിക്കേണ്ട സന്ദർഭമാണ്. അപ്പോൾ മാതൃഭൂമി, ഇപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞാലല്ലേ അതിനെ സംബന്ധിച്ച് ഇവൻ രാഷ്ട്രീയ അഭിപ്രായമാണ് പറയുന്നത്, ഇവൻ കമ്മി ആയതുകൊണ്ട് ഇവൻ്റെ അഭിപ്രായം അങ്ങനെ പറയത്തുള്ളൂ എന്ന് പറയുന്നതിനപ്പുറം കേരളത്തിലെ സംഘപരിവാരക്കാർക്ക് വലിയ സ്വാധീനമുള്ള ഒരു പത്രവും ഒപ്പം തന്നെ കോൺഗ്രസ്സുകാർക്കും ഈ നാട്ടിലെ സകലമാന വിഷപ്പാമ്പുകൾക്കും സ്വീകാര്യതയുള്ള ഒരു പത്രത്തിന്റെ കണക്ക് കേട്ടതിന് ശേഷം ജില്ലകൾ തിരിച്ച് ഏത് തരത്തിലാണ് കോൺഗ്രസ് ഈ നാട്ടിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ആദ്യം തിരുവനന്തപുരത്ത് ആകെയുള്ള 14 സീറ്റുകളാണ്. 14 സീറ്റുകളിൽ 12 ഇടത്ത് LDFന്റെ മേധാവിത്വമുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2 ഇടത്ത് NDA ആണ്. 2 ഇടത്ത് താമര വിരിയുമെന്ന് പറയുമ്പോൾ അതിൽ 1 നേമം, 1 വട്ടിയൂർക്കാവാണ്. ഇനി അടുത്ത ജില്ല പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് UDFന് നിലവിലെ കണക്കനുസരിച്ച് സീറ്റില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കൊല്ലത്ത് നിലവിൽ UDFന് 2 സീറ്റാണുള്ളത്. അതിനും അപ്പുറത്തേക്ക് 1 സീറ്റ് കൂടി UDF LDFിൽ നിന്നും പിടിച്ചെടുക്കും എന്നുള്ളതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൊല്ലത്ത് LDF 8, UDF 3 എന്നുള്ളതാണ് കണക്ക്. തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴ പരിശോധിക്കുകയാണെങ്കിൽ 7-2 എന്നുള്ള നിലയിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആലപ്പുഴയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പത്തനംതിട്ടയാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. പത്തനംതിട്ടയിൽ UDFന് അടപടലം അടിതെറ്റിയ ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ ഇത്തവണ അവിടെ 2 സീറ്റുകൾ UDF പിടിക്കുന്നു എന്നുള്ളതാണ്. 3 സീറ്റ് LDFനും ലഭിക്കും എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ അനുസരിച്ചാണ് എങ്കിൽ പറയാൻ കഴിയുക. ഇനി കോട്ടയമാണ്. കോട്ടയം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ജോസ് കെ മാണിയുടെ UDFിൽ നിന്നുള്ള പോക്കോട് കൂടി UDFന്റെ അടിത്തറ തകർന്നുപോയി എന്ന് കരുതപ്പെട്ട ഒരു സ്ഥലം. അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയാണ്. 6 സീറ്റുകൾ UDFന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. LDF 3 സീറ്റിലേക്ക് താഴുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മധ്യ കേരളത്തിൽ UDFന്റെ ശക്തി കേന്ദ്രമായിരുന്ന എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ് കുറെ കാലമായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല ഇടുക്കിയിൽ ഇത്തവണ UDFന്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. 3 സീറ്റുകൾ UDF ജയിക്കുമ്പോൾ 2ലേക്ക്
ദേവികുളം അതോടൊപ്പം തന്നെ ഉടുമ്പൻചോല ഈ രണ്ട് മണ്ഡലങ്ങളിലേക്ക് മാത്രമായി LDF ചുരുങ്ങുന്നു എന്നുള്ളതാണ് ഇടുക്കിയിൽ നിന്നുള്ള കണക്കുകൾ. അടുത്തത് എറണാകുളമാണ്. എറണാകുളത്ത് UDFന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ്. നിലവിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ LDFന് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ജില്ല എന്നുള്ള തരത്തിലേക്ക് തന്നെ LDF എറണാകുളം മാറുകയാണ്. എറണാകുളം കാലാകാലങ്ങളായി UDFന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. മറ്റെല്ലാ ജില്ലകളിലും തിരിച്ചടി നേരിടുമ്പോഴും എറണാകുളത്ത് UDF കരുത്ത് കാട്ടാറുണ്ട്. ഇനിയുള്ളത് തൃശ്ശൂരാണ്. ഏറ്റവും അധികം സീറ്റുകളുള്ള മറ്റ് ജില്ലകളിൽ ഒന്നാണ് മധ്യകേരളത്തിലെ ഒരു ജില്ല തൃശ്ശൂർ. 11 സീറ്റുകൾ LDFന്റെ കൈവശം ഇപ്പോഴും ഉണ്ടാകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ 2 സീറ്റുകൾ UDFന് ഉണ്ടാകും എന്നുള്ളതാണ് തൃശ്ശൂരത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാലക്കാടാണ്. പാലക്കാട് UDF 4 സീറ്റുകൾ പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ LDFന് നേട്ടമുണ്ട്. കാര്യമായ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ക്ഷീണമുണ്ടായി എന്ന് പറയാൻ കഴിയുന്നില്ല എങ്കിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. മലപ്പുറം നമ്മൾ നേരത്തെ എറണാകുളം പറഞ്ഞതുപോലത്തെ സമാനമായ സ്ഥിതിയാണ്. മലപ്പുറത്ത് UDFന്റെ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടാകും. 16 സീറ്റുകൾ ജയിക്കും എന്നുള്ളതാണ് മലപ്പുറത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അവിടേക്ക് കടന്നു കയറാൻ LDFന് ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. സാധാരണ നിലയിൽ LDF തരംഗം ഉണ്ടാകുമ്പോഴും മലപ്പുറം UDFനെ കൈവിടാറില്ല. ആ ഒരു ട്രെൻഡ് ഇത്തവണയും ആവർത്തിക്കുന്നു. കോഴിക്കോട് 10 സീറ്റുകൾ വരെ UDF നേടാമെന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറെ കാലമായി UDFന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയാത്ത, പച്ച തൊടാൻ കഴിയാത്ത ഒരു സ്ഥലമായിരുന്നു കോഴിക്കോട്. എങ്കിൽ ഇത്തവണത്തെ തദ്ദേശ കണക്കനുസരിച്ച് UDF വലിയ നേട്ടം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. ഇനി ഉള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകൾ, ആകെയുള്ള 3 സീറ്റുകളും UDF നേടും എന്നുള്ളതാണ് കണക്ക്. ആ കണക്ക് പരിശോധിക്കുമ്പോൾ LDF വയനാട് ജില്ലയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ആ കണക്കിന്റെ ഒരു സൂചന. ഇനിയുള്ളത് കണ്ണൂരാണ്. സാധാരണ നിലയിൽ UDFന് കണ്ണൂർ ടൗൺ, അതോടൊപ്പം തന്നെ ഇരിക്കൂര്, പേരാവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അതും കടന്ന് ഒരു സീറ്റ് കൂടി 4 സീറ്റ് UDFന് ഉണ്ടാകും എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നുള്ള കണക്ക്. 8 സീറ്റ് നേടി കാര്യമായ ക്ഷീണമില്ലാതെ അവിടെ LDFന്റെ അല്ലെങ്കിൽ ഒരു ഇടത് കോട്ട എന്നുള്ളത് കാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാസർഗോഡ് ജില്ലയിൽ 3 സീറ്റ് UDF നേടും എന്നുള്ള കണക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. LDF 2 സീറ്റിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതാണ് സ്ഥിതി. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം അതേപോലെ ആവർത്തിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ല എങ്കിൽ കൂടി ഇതൊരു സൂചനയായി കാണും. കേട്ടല്ലോ, വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്ന ജില്ല അത് എറണാകുളവും മലപ്പുറവുമാണ്. പിന്നീട് അവർക്ക് നേരെ എഡ്ജുണ്ടാകുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ അത് ഇടുക്കിയാണ്, പത്തനംതിട്ടയാണ്, കോഴിക്കോടാണ്. ഇവിടെയൊക്കെ ന്യൂനപക്ഷ മതങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള ഇടങ്ങളാണ്. അപ്പോൾ അവിടങ്ങളിൽ മതം പറഞ്ഞ് വോട്ട് നേടുന്നു, അല്ലെങ്കിൽ അവിടെ മതവികാരമുണർത്തി വോട്ട് നേടുന്നു. ഇതല്ലേ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം? ഇത് ഇടതുപക്ഷമാണെങ്കിൽ ഇത് ആ ഭൂരിപക്ഷ പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം, ക്രിസ്തീയ പ്രീണനം, മുസ്ലിം പ്രീണനം എന്ന് പറയും. പക്ഷേ മുസ്ലിം ലീഗിന് മുസ്ലിം പ്രീണനം നടത്തി വോട്ട് പിടിക്കാം. അത് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഓമന പേരിട്ട് അല്ലെങ്കിൽ ഈ നാട്ടിലെ സഭാപിതാക്കന്മാരെ എല്ലാം പോക്കറ്റിൽ വെച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുക? അപ്പോൾ അങ്ങനെ കൂട്ടുപിടിച്ചിട്ട് പോലും 68 സീറ്റിൽ കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കാൻ പോകുന്നു എന്ന് മാതൃഭൂമി പറയുമ്പോൾ ആ കണക്കിന്റെ ഒരു വ്യത്യസ്തം നോക്കണേ. ബാക്കിയുള്ള ജില്ലകളിലെ ഭൂരിപക്ഷം മനുഷ്യർക്കും ഇടതുപക്ഷ വിരുദ്ധതയില്ല, അങ്ങനെ ഒരു വികാരമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നൊരു പ്രചരണം നടത്തുമ്പോൾ ഇവരുടെ കണക്ക് വെച്ച് പരിശോധിച്ച് ഇവിടെ 10 വർഷം ഭരിച്ച ഒരു മുന്നണിക്ക് 68 സീറ്റ് കിട്ടാൻ കഴിയുമെന്ന് ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ കണക്കുകൾ വെച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഇല്ല. അവിടെ ഉണ്ടായിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം മതവികാരം ഉണർത്തുന്ന പ്രവർത്തനം മാത്രമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സന്ദർഭമാണ്.